പൊളിറ്റിക്സ് വിത്ത് ദേവലോകത്തിൽ ഇന്ന് നമ്മുടെ സ്വന്തം രാജേട്ടനാണ്. രാജേട്ടനിൽ നിന്നാണ് നമ്മൾ പൊളിറ്റിക്സ് വിത്ത് ദേവലോകം തുടങ്ങുന്നത്. ഐശ്വര്യമുള്ള മനുഷ്യനാണ്. ഉദ്ഘാടനം തന്നെ കേമായി. നന്നായിട്ട് സാറേ, നമ്മൾ ഫ്രണ്ട്ലിയായിട്ട് എന്നാൽ കുറച്ചും കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് വിഷമം വന്നാൽ ഒരു പ്രയാസം ചോദിക്കാലോ, ചോദിച്ചുകൊണ്ടേയിരിക്കും, ഓപ്പണായിട്ട് ചോദിക്കാലോ. ഓക്കെ, ഒരു 10 വർഷത്തെ മെമ്പറായിട്ടുള്ള പൊളിറ്റിക്സ് ജേർണി, അതിൽ മിനിസ്റ്ററായിട്ടുണ്ട്, പദവികളുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ, അതായത് അതിന് മുമ്പത്തെ നിങ്ങളുടെ ചുമതലയിലേക്കല്ല പോകുന്നത്. 10 വർഷത്തെ പൊളിറ്റിക്കൽ ജേർണി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ പറഞ്ഞ പോലെ 10 വർഷത്തെ ജേണിക്കൊരു വ്യത്യാസമുണ്ട്. നേരത്തെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനോടൊപ്പം ഒരു പൊതുപ്രവർത്തകൻ, അതായത് ഒരു പബ്ലിക് സർവൻ്റായിട്ട് മാറുക എന്നുള്ളതാണ് 10 വർഷക്കാലത്ത്. അതെ, വളരെ അഭിമാനകരവും, അതെ, കൂടുതൽ വളരെ അഭിമാനകരവും ആവേശകരമാണ്. MLA ആയി, ചീഫ് വിപ്പായി, റവന്യൂ വകുപ്പ് മന്ത്രിയായി, 2 കാര്യങ്ങളിൽ വലിയ അഭിമാനമുണ്ട്. ഏൽപ്പിച്ച ചുമതലകൾ ഏറ്റവും കൃത്യതയോടെ നിർവഹിക്കാനായി എന്നൊരു ആത്മവിശ്വാസം. ഏറ്റവും കൃത്യത എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ 1957 മുതലുള്ള ഏറ്റവും പ്രായമുള്ള റവന്യൂ വകുപ്പ് മന്ത്രിയെ ചുമതലയെടുത്തിട്ടുണ്ട്. എന്നെക്കാൾ ഒരു 6, 7, 8 മാസത്തിൻ്റെ വ്യത്യാസമായിരിക്കും, 1 വർഷത്തോളം വ്യത്യാസമായിരിക്കും ഗൗരിയമ്മ സേവനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, 4,56,678 പേരെ ഭൂമിയുടെ അവകാശികളാക്കാൻ പറ്റിയ പട്ടയ വിതരണം. 4,56,678 ജീവിതത്തിൽ തൊട്ടതാണ്. ഓരോ ദിവസവും ഞങ്ങൾ ഈ 5 വർഷക്കാലത്തെ യാത്ര എടുത്ത് നോക്കിയപ്പോൾ ഒരു ദിവസം 204 പട്ടയങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഏതാണ്ട് കണക്ക്. അതിൽ മലയോര പട്ടയം, ഞാൻ ഉദാഹരണത്തിന് പറയട്ടെ, മലയോര പട്ടയം 2011 മുതൽ 16 വരെ, അതാണല്ലോ UDF ഗവൺമെൻറ്, 18 പട്ടയമാണ് ഈ മണ്ഡലത്തിൽ. വെറും 18 പട്ടയം കൊടുത്തവരുടെ ലിസ്റ്റും എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങളിപ്പോൾ 3000-ഓളമായി, കൃത്യം പറഞ്ഞാൽ 2823, കുറച്ചുകൂടി ഇപ്പോൾ കൊടുക്കാൻ പറ്റും. ഇത് മലയോര പട്ടയത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. മലയോര പട്ടയം സാധാരണ പട്ടയം പോലെയല്ല, അതിന് കേന്ദ്രാനുമതി വേണം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. 3 തരമായിട്ടാണ് അതിനെ തിരിച്ചത്. കേന്ദ്രാനുമതി കിട്ടിയ പട്ടയങ്ങൾ നമ്മൾ കൊടുക്കും. അതിൽ തന്നെ 600-ഓളം ഫയലുകൾ എനിക്ക് ബാക്കിയുണ്ട്. അതിൻ്റെ പ്രശ്നം ഉടമസ്ഥന്മാരന്വേഷിച്ച് വരുന്നില്ല. ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ 977 മുമ്പുള്ള ഏതെങ്കിലും പിതാമഹന്മാരുടെ പേരിലായിരിക്കും ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 5 തവണ വില്ലേജുകൾ കാണിച്ചു, രക്ഷയില്ല. രണ്ടാമത്തത്, ഇപ്പം 4550 ഫയലുകൾ തയ്യാറാക്കി. നേരത്തെ കഴിഞ്ഞതിന് മുമ്പിലത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അൺപ്രോപ്പർ എന്നെഴുതി, ഇത് കേന്ദ്രാനുമതി കിട്ടേണ്ടതാണ്, അവിടേക്ക് സംയുക്ത പരിശോധന കഴിഞ്ഞ് അയച്ചിട്ടും അൺപ്രോപ്പർ എന്നെഴുതി തിരിച്ചയച്ച അപേക്ഷകളാണ്. ആ അപേക്ഷകളിൽ കൃത്യമായി 11 ടീമിനെ വെച്ച് സർവേ നടത്തി കേന്ദ്രത്തിലോട്ട് അയച്ചു. അതിപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ആർക്കും, എത്ര തർക്കമുള്ള രാഷ്ട്രീയക്കാർക്കും തർക്കിക്കാൻ പറ്റാത്തത്, 30 വർഷമായി പീച്ചി ഉൾപ്പെടെയുള്ള ഈ മലയോര മേഖലയിൽ സംയുക്ത പരിശോധനയുണ്ടോ? ഇല്ല. സംയുക്ത പരിശോധനയില്ല, പുതിയ അപേക്ഷയില്ല. കേന്ദ്ര ഗവൺമെൻറ്റുമായി അക്കാര്യത്തിൽ പരിശോധന എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് പട്ടയം കൊടുക്കണം തന്നെ. വനവും റവന്യൂവും സംയുക്തമായ പരിശോധന നടത്തി ഇത് ഫോറസ്റ്റിൻ്റേതല്ലാന്ന് NOC തരണം. അത് ടോപ്പോ ഷീറ്റിലാക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിവേഷ് പോർട്ടൽ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി സ്റ്റേറ്റിലുണ്ട്, അവർ സ്ക്രൂട്ടിനി നടത്തണം. സ്ക്രൂട്ടിനി കമ്മിറ്റിയാണ്. എന്നിട്ട് NOC തരണം. എന്നിട്ട് മാത്രമേ കേന്ദ്രത്തിലോട്ട് അയക്കാൻ പറ്റൂ. ഇത്തരം എല്ലാ ക്രൈറ്റീരിയയും ഓരോ ഫയലിലും മാറി പോകണം. പിന്നെ ഉറപ്പായിട്ടും ഓരോ ഫയലുകൾക്കും പ്രത്യേക ടോപ്പോ ഷീറ്റിലേക്ക്. ഇത് പുറത്തു നിന്ന് കണ്ട അഭിപ്രായം പറയാൻ എളുപ്പമാണ്. പക്ഷേ ഉദാഹരണത്തിന് പുറമ്പോക്ക് പട്ടയം, ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള AKG നഗരത്തിൽ എനിക്ക് തോന്നുന്നു 50 വർഷക്കാലമായിട്ട് അവർക്ക് പട്ടയമില്ല. ആ പ്രശ്നം ഇപ്പോഴാണ് പരിഹരിക്കപ്പെട്ടത്. അത് യഥാർത്ഥത്തിൽ പുറമ്പോക്കാണ്. അത് കിട്ടണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണ്ട. അത് കിട്ടണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. കളക്ടർ തീരുമാനിച്ച്, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചാൽ മതി. ഇത് പക്ഷേ മലയോര പട്ടയം ഞാൻ വെല്ലുവിളിക്കുകയല്ല, ഞാൻ പക്ഷേ ഉറപ്പായി വാദിക്കുന്നു, 2011-നും 2016-നും ഇടയിൽ എന്തുകൊണ്ട് 18 പട്ടയം? അത് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ ഫയലുകൾ, ഇപ്പോൾ എതിർകക്ഷി പറഞ്ഞു എന്ന് പറയുന്ന അപേക്ഷകൾ അന്നുണ്ടല്ലോ. അന്നുണ്ടെന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങളായി കൊടുത്താലേ. ഇപ്പോൾ ഈ പറയുന്ന 80,000, 1 ലക്ഷമോ 1.5 ലക്ഷമോ എത്രയാവട്ടെ, അതെല്ലാം അന്നും ഉണ്ടല്ലോ. അന്ന് 18 പട്ടയേ കൊടുത്തുള്ളൂ. അതൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ തീർത്തിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് 3000-ഓളം പട്ടയങ്ങൾ കൊടുക്കാൻ പറ്റി എന്ന് മാത്രമല്ല, ഇനി
അത്താഴപ്പഷ്ടിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് പോലെ ഇനി വനഭൂമി പട്ടയത്തിന് സംയുക്ത പരിശോധന നടത്താനുള്ള ആളുകളുണ്ടോ എന്ന് 30 വർഷത്തിന് ശേഷം കേന്ദ്രാനുമതിയോടെ ഞങ്ങൾ വിളിച്ചു ചോദിച്ച് അതെല്ലാം അപ്ലിക്കേഷന്റെ ക്രൈറ്റീരിയ അനുസരിച്ചാണ്. പാർട്ടിയുടെ ഒരു പ്രത്യേകത ഒരു കൈകാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അല്ല, ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഈ മാടക്കത്തറ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മീരാ സുധീർ, ഞാനാണ് പട്ടയം. ഈ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സണ്ണിക്ക് ഞാനാണ് പട്ടയം കൊടുത്തത്. ഇപ്പം മരിച്ചുപോയ പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചി വില്ലേജിലുള്ള ജോസേട്ടന് ഞാനാണ് പട്ടയം കൊടുത്തത്. ആ ചേരുംകുഴിയിലുള്ള പട്ടയം കിട്ടിയവരിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ്. ഞങ്ങളുടെ ആളുകൾ തന്നെ പറയും ഞങ്ങൾ ഈ പാർട്ടിയൊക്കെ ആയിട്ടും കിട്ടണത് മുഴുവൻ കോൺഗ്രസ്. അത് രാഷ്ട്രീയമല്ല, അത് ക്രൈറ്റീരിയ ആണ്. ആരാണോ അതിന് അർഹതപ്പെട്ടത് അത് ഫുൾഫിൽ ചെയ്താൽ നമുക്ക് അവർക്ക് പറ്റും. നമ്മുടെ CM പറഞ്ഞ പോലെ ഓരോ ഫയലിലും ഓരോ ലൈഫ് തന്നെ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയും ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ജേർണിയിൽ പോകുമ്പോൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു അനുഭവം ഈ പട്ടയവുമായിട്ട് ബന്ധപ്പെട്ട്? അല്ല, സ്വാധീനിച്ചിട്ടുള്ള ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ ഒരെണ്ണം പലതും പറയാൻ പറ്റും. ഒന്ന് ചൂരൽമലയാണ്. അതിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ വേണ്ട നമുക്ക് നമ്മുടെ മണ്ഡലത്തിലുള്ള കാര്യത്തിലേക്ക് പോകാം. എനിക്ക് ഏറ്റവും ഹൃദയഹാരിയായി തോന്നിയൊരു പ്രശ്നം, ഞാൻ ടൗൺ ഹാളിൽ പട്ടയം കൊടുക്കുകയാണ്. ഞാനുണ്ട്, ബിന്ദു ടീച്ചറുണ്ട്. നമ്മുടെ നടത്തറയിലുള്ള തങ്കമണി ചേച്ചി, അവർ ലോട്ടറി വെക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് പേര് ഇപ്പോൾ ഓർമ്മയില്ല. നടത്തറ പഞ്ചായത്താണ്. നടത്തറ പഞ്ചായത്തിലെ ഞങ്ങളുടെയൊക്കെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒരു ലെഫ്റ്റ് പ്രവർത്തകനായിട്ടുള്ള മണിക്കൂട്ടൻ അമ്മയാണ് തങ്കമണി ചേച്ചി. തങ്കമണി ചേച്ചി ലോട്ടറി വിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അവർക്ക് അത്രയും കൊല്ലമായി പട്ടയില്ല. സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ, പലയിടങ്ങളിലും കണ്ടാൽ നമ്മളോട് മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ ചിലപ്പോൾ ചീത്തയും പറയും. നിങ്ങൾ തന്നില്ല വിശ്വാസമില്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. ഞാൻ ടൗൺ ഹാളിൽ പട്ടയം കൊടുക്കാൻ ഞാനും ബിന്ദു ടീച്ചറും കൂടി നിൽക്കുമ്പോൾ താഴത്ത് തങ്കമണി ചേച്ചി, ഞാൻ വിചാരിച്ചു പുലിവാലായി. ഇന്ന് ചിലപ്പോൾ പരസ്യമായി പത്രക്കാർക്കിടയിൽ വെച്ച് ചീത്ത പറഞ്ഞത് തങ്കമണി ചേച്ചി വരുന്നുണ്ട്. ഞാൻ ബിന്ദു ടീച്ചർ പറഞ്ഞു, ടീച്ചറെ പണി പാടി, തങ്കമണി ചേച്ചിക്കുള്ള പട്ടയത്തിൻ്റെ എല്ലാ ഫയലും നമ്മൾ റെഡിയാക്കിയതാണ്, പക്ഷെ കൊടുത്തിട്ടില്ല ഇതുവരെ. അത് വലിയൊരു പ്രശ്നമാണ്. കൊടുത്തിട്ടില്ല ഇതുവരെ. ഇപ്പം എന്താവും പ്രശ്നം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തഹസിൽദാർ പട്ടയം കിട്ടുന്ന ആളുകളുടെ വിതരണം ചെയ്യുന്ന ആളുകളുടെ പേര് അനൗൺസ് ചെയ്ത് തുടങ്ങി. ആദ്യ പേര് തങ്കമണി ചേച്ചിയുടെ പേര്. തങ്കമണി ചേച്ചി അവിടെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു 5 മിനിറ്റ്, ഞാൻ പറഞ്ഞതിൽ ഒരു അതിശയോക്തിയില്ല, 5 മിനിറ്റ്. സാധാരണ ഒരു കെട്ടിപ്പിടുത്തം കഴിഞ്ഞാൽ വിടും. അവരിങ്ങനെ ഏങ്ങലടിച്ച് കഴിയാണ്. അവരെന്നോട് പറഞ്ഞു, മോനെ ഇതുവരെ ഞാൻ എന്തെങ്കിലും ഒരു മിനിറ്റിന് മുകളിൽ ഹഗ് പോയി കഴിഞ്ഞാൽ അതിനെ വികാരപരമാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോനെ ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ ഭൂമി കിട്ടാൻ. അപ്പോൾ എനിക്കും സങ്കടം വന്നു. കാരണം ഒരു അമ്മയെ പോലെയാണ് അവർ പറയുന്നത്. ഒരു ഭൂമി കിട്ടാത്ത മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി. സത്യത്തിൽ ഞാനിങ്ങനെ നടന്നിട്ടല്ല എനിക്ക് നടന്നിട്ടുള്ളത്. ഈ കേരളത്തിലെ വിവിധ മേഖലകളിൽ പട്ടയം കിട്ടില്ല എന്ന് കരുതി അവസാനം കൊടുക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന അമ്മമാരുടെ കണ്ണീരിൽ വീണ് നനഞ്ഞ കുപ്പായമാണ് റവന്യൂ മന്ത്രിയുടെ കുപ്പായം. അതിനേക്കാൾ നല്ലതാണ് ഈ കണ്ണീര് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നത്. അത് വളരെ വല്ലാത്തൊരു വൈകാരികമാണ്. അത് ആ ഘടകത്തിൽ ഇടപെടുമ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുക.